ബസന്തിയായും കൺമണിയുമായെല്ലാം മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നടിയാണ് നിത്യ ദാസ്. ഈ പറക്കും തളികയിലൂടെ സിനിമയിലേക്കെത്തിയ താരം വിവാഹശേഷമാണ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തത്. പിന്നീട് 2022 14 വർഷങ്ങൾക്ക് ശേഷം പള്ളിമണി എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു നിത്യ. സിനിമയിലേക്ക് മടങ്ങി വരും മുമ്പ് സീരിയലുകളിൽ താരം അഭിനയിച്ചിരുന്നു. 43-കാരിയായ താരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. മകൾക്കൊപ്പം നിത്യ ചെയ്യുന്ന റീലുകളെല്ലാം വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. വെള്ളിത്തിരയിൽ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നിത്യയുടെ വിവാഹം. ജമ്മു സ്വദേശി അരവിന്ദ് സിംഗ് ആണ് നിത്യദാസിന്റെ ഭർത്താവ്. വിമാനത്തിൽ വെച്ചാണ് നിത്യ വിക്കി എന്ന് വിളിപ്പേരുള്ള അരവിന്ദിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് ഇരുവരും പ്രണയത്തിലാകുകയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. കുടുംബസമേതം ഇപ്പോഴും നിത്യ കോഴിക്കോട് തന്നെയാണ് താമസം. ഇപ്പോഴിതാ നിത്യ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഏറ്റവും പുതിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. സഹോദരിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് നടി പങ്കിട്ടത്. ഒരു മൂത്ത സഹോദരി എപ്പോഴും നമുക്ക് മറ്റൊരു അമ്മയെപ്പോലെയാണ്. നയിക്കാനും സംരക്ഷിക്കാനും എപ്പോഴും ഉണ്ട് എന്നാണ് സഹോദരിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ട് നിത്യ കുറിച്ചത്. ഇവരുടെ ട്രഡീഷണൽ ലുക്കിലാണ് ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചേച്ചി കസവ് ധാവണിയും നിത്യ പട്ടുപാവാടയുമാണ് ധരിച്ചിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ചേച്ചിക്കൊപ്പമുള്ള ചിത്രങ്ങൾ നടി പങ്കിടുന്നത്. രണ്ടുപേരെയും കണ്ടാൽ 40 പിന്നിട്ടുവെന്ന് തോന്നുകയില്ലെന്നാണ് ഏറെയും കമൻറ്റുകൾ. നിങ്ങൾക്കൊന്നും പ്രായമാവുകയില്ലേ എന്നും ഫിറ്റ്നസും ചെറുപ്പവും നിലനിർത്താനുള്ള ടിപ്സ് ആവശ്യപ്പെട്ട് ചിലർ ചോദിച്ചു. അതേസമയം തമിഴ് യുവനടി ശ്രീവിദ്യയുടെ ചായയുണ്ട് നിത്യയുടെ ചേച്ചിക്കെന്നും കമൻറ്റുകളുണ്ട്. മറ്റു ചിലർ പറക്കും തളികയിലെയും കൺമഷിയിലെയും നിത്യയുടെ ലുക്കാണ് ഇപ്പോൾ നടിയുടെ ചേച്ചിക്കെന്നും കമൻറ്റുകളുണ്ട്. നിത്യയുടെ സഹോദരിയും വിവാഹിതയും കുടുംബിനിയുമാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും അവർക്കടുത്തു തന്നെ താമസിക്കാനുമാണ് നിത്യക്കെന്നും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് വിവാഹശേഷവും കോഴിക്കോട് വിട്ട് നടി എങ്ങോട്ടും പോകാത്തതും. ഞങ്ങളിപ്പോൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ ഞാൻ സമ്മതം വാങ്ങിയിട്ടുള്ള ഒരു കാര്യം അതുമാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ജമ്മു കാശ്മീരിലാണ്. വിവാഹശേഷം ഞാൻ അവരുടെ ഭക്ഷണവും ജീവിതരീതിയും എല്ലാമാണ് പിന്തുടരുന്നത്. പക്ഷേ എവിടെ ജീവിക്കണമെന്നതിൽ എൻ്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം നൽകിയത്. ഓരോ 6 മാസം കൂടുമ്പോഴും ഞങ്ങൾ ഭർത്താവിൻ്റെ നാട്ടിൽ പോകാറുണ്ട്. ഇടയ്ക്ക് അച്ഛനും അമ്മയും ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. കോഴിക്കോടിനോട് ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. സിനിമയിൽ വന്ന കാലത്ത് നിരവധി പേർ പറഞ്ഞിരുന്നു കൊച്ചിയിൽ സെറ്റിലായാൽ കുറേ അവസരങ്ങൾ വരുമെന്ന്. പക്ഷേ അന്നും ഇന്നും എനിക്ക് കോഴിക്കോട് വിട്ടൊരു കളിയില്ല.